കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 374 കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താൽപര്യപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. 2 ദിവസമായി നടന്ന നിക്ഷേപക ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ സമാപിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി വാതായനങ്ങൾ തുറന്നിടുന്നു എന്നതാണ് ഈ നിക്ഷേപ സംഗമത്തിന്റെ വലിയ പ്രാധാന്യമായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷമാകട്ടെ ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകും. കേരളത്തിൽ നാടിന് ഗുണം ചെയ്യുന്ന ഏത് നീക്കങ്ങൾക്കും നൽകും. പക്ഷേ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 3000-ലധികം വ്യവസായികൾ പങ്കെടുക്കുന്നു. പല 6 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. താൽപര്യപത്രമാണ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, താൽപര്യപത്രമാണ് അവർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നിക്ഷേപക സംഗമം മാറുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. റിപ്പോർട്ട് കാണാം. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണക്കാക്കി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. വിവിധ മേഖലകളിലായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. 374 കമ്പനികൾ താൽപര്യപത്രം ഒപ്പിട്ടു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പുതിയ ഐക്യ കേരളത്തിന് തുടക്കമായെന്ന് മന്ത്രി. വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പോൾ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്വത്തിന് അനുകൂലമാണോ എന്നുള്ളത്. അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പോൾ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയിലും IT പാർക്കുകളിലും നിക്ഷേപം നടത്തും. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയുടെയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയുടെയും ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടിയുടെയും RP ഗ്രൂപ്പ് 2,000 കോടിയുടെയും നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെയും പോളക്കുളം നാരായണൻ 500 കോടിയുടെയും നിക്ഷേപം പ്രഖ്യാപിച്ചു. 24 കൊച്ചി. പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ 22 വർഷത്തിനിടെ ഇത് 4ാമത്തെ ആഗോള നിക്ഷേപക സംഗമമാണ്. AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം ജിം എന്ന ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അസെന്റ് കേരള തുടങ്ങിയത്. പക്ഷേ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, പലപ്പോഴും നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളുടെ സാധ്യതകൾ പറയുമ്പോഴും അതൊന്നും ആ അർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല. കുറേയൊക്കെ വന്നു എന്നതല്ലാതെ പ്രതീക്ഷിച്ച പോലെ ഒരു മുന്നേറ്റം ആ ഇടത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായ ഒരു ഫലമായിരിക്കും ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇൻവെസ്റ്റ് കേരളയിൽ. കാരണം 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ സാധ്യതകൾ തുറന്നിട്ട് കിടക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. 374 കമ്പനികൾ അവരുടെ താൽപര്യപത്രം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കി കിട്ടാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലൊക്കെ കേരളത്തിൻ്റെ റാങ്കിംഗ് മെച്ചപ്പെട്ടു എന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ വ്യാവസായിക സൗഹൃദമായ ഒരു അന്തരീക്ഷം കേരളത്തിലൂടെ സൃഷ്ടിക്കാൻ കഴിയുന്നു എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് ഇതിനകത്തുണ്ടാകും എന്നതാണ് സർക്കാരിൻ്റെയും പ്രതീക്ഷ. ഏതായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിലാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ എത്ര കിട്ടുന്നുണ്ട്, ഏതൊക്കെ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ പാകത്തിൽ കേരളത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ടോ എന്നതിലൊക്കെ നമുക്കൊരു വ്യക്തത വരണമെങ്കിൽ കണക്കുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരണം.